അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട്. ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പീഡ് കുറവാണെങ്കിൽ ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ admission.uc.ac.in/admission എന്നുള്ള ഈ ഒരു പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ SSC ST OEC അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ അതായത് ഫീ കൺസെഷനുള്ള ഏകദേശം 30ഓളം വിഭാഗങ്ങൾ എന്നിവർക്കും 135 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും ജനറൽ കാറ്റഗറിയാണ് വരിക. അവർക്ക് 540 രൂപയാണ് ഫീസായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. വിദ്യാർത്ഥികൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും അതിനുശേഷം അവിടെ നിന്ന് നിങ്ങളുടെ TC വാങ്ങി അതായത് അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പൈസ റീഫണ്ടായിട്ട് കിട്ടും എന്ന് സംബന്ധിച്ചുള്ള സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ UGC ഗൈഡ് ലൈൻ ഓൺ ഫീ റീഫണ്ട് പോളിസി 2024-25 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ UGCയുടെയും സർക്കുലർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞത് പ്രകാരം ഇതിൽ 100% റീഫണ്ട് കിട്ടാനുള്ള അർഹത എന്ന് പറയുന്നത് 15 ഡേയ്സ് ഓർ മോർ ബിഫോർ ദ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ. അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് അതായത് 15 ഡേയ്സോ അതിന് മുമ്പോ ആയിട്ട് അതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. അതായത് 15 ഡേയ്സോ അല്ലെങ്കിൽ മോർ ബിഫോർ അതായത് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ TC വാങ്ങിക്കുകയാണ് എങ്കിൽ അതായത് നിങ്ങൾ അവിടെ നിന്നും അഡ്മിഷൻ എടുക്കാതെ അതായത് അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടോ മറ്റോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 100% തുക തിരികെ കിട്ടും. അതായത് ഒരു ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ 100% അതായത് ഈ ഒരു 100% തുകയും നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് തരും എന്നുള്ളതാണ് ഈ ഒരു 100% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തത് 90% പൈസ റീഫണ്ടായിട്ട് കിട്ടാനായിട്ട് ലെസ് ദാൻ 15 ഡേയ്സ് ബിഫോർ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അതായത് 15 ഡേയ്സിൽ കുറവ് അതായത് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 15 ദിവസത്തിന് മുൻപായിട്ടാണ് നിങ്ങൾ അതായത് 15 ദിവസത്തിൽ കൂടുതൽ ആണ് എങ്കിൽ അത് 15 ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 90% തുക തിരികെ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് 80% തുകയാണ്. അപ്പോൾ 80% തുക നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം 15 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസത്തിൽ കുറവോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു വാങ്ങുന്നു. അതായത് ചില വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗോ അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളിലേക്കോ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു വാങ്ങി ആ ഒരു എഞ്ചിനീയറിങ്ങോ നഴ്സിംഗോ മറ്റോ പോയിട്ട് അഡ്മിഷൻ എടുക്കും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഡിഗ്രി അഡ്മിഷൻ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ഏകദേശം അതായത് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം ഏകദേശം 15 ദിവസമോ അതായത് അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞ് അതായത് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 15 ദിവസമോ അതിന് ഉള്ളിലോ ആയിട്ട് നിങ്ങൾ അതായത് 15 ദിവസത്തിനുള്ളിലോ ആയിട്ട് നിങ്ങളുടെ ആ ഒരു പൈസ നിങ്ങൾ റീഫണ്ടിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 80% പൈസ റീഫണ്ടായിട്ട് തിരികെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 30 ദിവസമോ അതിന് ഉള്ളിലോ ആയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു 15 ഡേയ്സ് അതായത് ഈ ഒരു 15 ഡേയ്സ് ആഫ്റ്റർ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് അതായത് 15 ഡേയ്സിന് മുൻപായിട്ട് അതായത് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം 30 ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീ റീഫണ്ടിനായിട്ട് 50% ഫീ റീഫണ്ടിന് അർഹതയുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ
ജൂൺ 31 ഈ ഒരു സെപ്റ്റംബർ 31 അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് കരുതുക. അതായത് സെപ്റ്റംബർ 31 ആണെന്ന് കരുതുക. അപ്പോൾ 31 ശേഷം നിങ്ങൾക്ക് അതായത് ഒക്ടോബർ 15 അതായത് 15 ശേഷമോ അല്ലെങ്കിൽ ഒക്ടോബർ 30 വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് പറയുകയാണ്. അതായത് ഈ ഒരു നിങ്ങൾക്ക് അത് റീഫണ്ടിനായിട്ട് പറയുകയാണെങ്കിൽ 50% ഫീ റീഫണ്ടിന് നിങ്ങൾക്ക് അർഹതയുണ്ടാകും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അതായത് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം 30 ദിവസം കഴിഞ്ഞ ശേഷമാണ്. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് 31 കരുതുക അല്ലെങ്കിൽ സെപ്റ്റംബർ 31 ജസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. സെപ്റ്റംബർ 31 അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് കരുതുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഒക്ടോബറാണ്. അപ്പോൾ ഒക്ടോബർ 30 ശേഷം അതായത് ഒക്ടോബർ 30 ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഒക്ടോബർ 30 ശേഷമാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസയും റീഫണ്ട് തരേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചില കോളേജ് ആ ഒരു രീതിയിൽ ഒറ്റ പൈസ റീഫണ്ടായിട്ട് പിന്നീട് നിങ്ങൾക്ക് തരാൻ സാധ്യത ഉണ്ടാവില്ല. അതുപോലെ ചില കോളേജ് ചിലപ്പോൾ തരും ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് റീഫണ്ടിൻ്റെ കാര്യം വരുന്നത്. ഇനി നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ പ്രസ് റിലീസ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രസ് റിലീസ് പ്രകാരം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് പ്രസ് റിലീസ് ഈ ഒരു സംശയത്തിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാൻഡേറ്ററി ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSC ST അതുപോലെ OEC അതുപോലെ OECയിൽ ഫീ കൺസെഷനുള്ള ഏകദേശം 30 വിഭാഗങ്ങൾ എന്നിവർക്ക് 135 രൂപയാണ് ഫീസ്. അതുപോലെ ബാക്കി എല്ലാവരും ജനറൽ കാറ്റഗറിയാണ്, അവർക്ക് 540 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് കരുതുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചു എങ്കിൽ മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് കോളേജിൽ വിളിച്ച് അവിടെ അഡ്മിഷൻ ടൈമിൽ എത്ര രൂപ ഫീസ് അടക്കണം എന്നുള്ള കാര്യം അന്വേഷിച്ച് ആ ഒരു ഫീസുമായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ 11-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. നിങ്ങൾ സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷനാണ്. അതായത് ടെമ്പററി അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ മുഴുവൻ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അതായത് സ്ഥിരപ്പെടുത്തി അവിടെ തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു, ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, എന്നിരുന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കുറച്ച് താല്പര്യമുള്ള കോഴ്സാണ്. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം ഹയർ ഓപ്ഷൻ ക്യാൻസലൊന്നും ചെയ്യേണ്ടതില്ല. അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഹയർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു കോളേജിലേക്ക് പോവേണ്ടതായിട്ട് വരും. എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ ആ ഒരു കോളേജിൽ തുടരാം. മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളും ക്യാൻസൽ ആവുകയും പിന്നീട് ആ ഒരു സപ്ലിമെൻ്ററിയിൽ കിട്ടിയ ആ ഒരു കോളേജിൽ പോയിട്ട് ഇവിടെ ആദ്യം ലഭിച്ചെടുത്തുനിന്നും TC വാങ്ങി പുതിയ ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതായത് മൂന്നാമതായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് നിലവിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ഇപ്പോൾ ആദ്യമേ ഈ ഒരു ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ കോളേജിൽ തുടർന്ന് പഠിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹയർ ഓപ്ഷനിൽ അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. ആദ്യം കിട്ടിയ കോളേജിൽ 5ാമത്തെ ഓപ്ഷനായിരുന്നു, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹയർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ TC വാങ്ങിച്ച് പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അക്കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തരല്ല, അതായത് ഈ ഒരു
നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല, ഇനി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ആ ഒരു കോളേജ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, അഡ്മിഷൻ എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ആ ഒരു കോഴ്സ് ഡിലീറ്റ് ആയി പോകും, അതായത് ആ ഒരു ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അത് പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരല്ല, അത് ഇനി ഒരിക്കലും വേണ്ട എന്നാണ് തോന്നുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ മതി. ഹയർ ഓപ്ഷൻസിനെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സപ്ലിമെൻ്ററിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് മറ്റേതെങ്കിലും തരത്തിൽ അത് സ്പോട്ട് അഡ്മിഷനിലോ മറ്റോ പങ്കെടുത്ത് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടാവില്ല, എന്നാൽ കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, നിലവിൽ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തരല്ല, അതായത് ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അവിടെ അഡ്മിഷൻ ഒരിക്കലും കിട്ടിക്കഴിഞ്ഞാലും എടുക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാം. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനും സാധിക്കും. അതേസമയം ആ ഒരു മറ്റൊരു കോഴ്സിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മറ്റേതെങ്കിലും അതായത് പ്രൈവറ്റായിട്ടോ മറ്റോ ഈ ഒരു ഡിഗ്രി പഠിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതെ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തരാണ് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണ് എന്നാൽ ഹയർ ഓപ്ഷൻ കൂടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത ശേഷം അടുത്ത സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ കോഴ്സിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടി വരികയും അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു കോഴ്സ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റ് അല്ല തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു പുതിയ ആ ഒരു സ്കൂളിലേക്ക് അതായത് പുതിയ കോളേജിലേക്ക് നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആദ്യം ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തൃപ്തരാണെങ്കിലും ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു കോഴ്സിലേക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ തൃപ്തരല്ല, ആ ഒരു കോഴ്സ് ഇനി ഒരിക്കലും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അതായത് പിന്നീടും ആ ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് അതായത് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും, അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്കും പിന്നീട് നിങ്ങൾ നൽകുന്ന ഓപ്ഷനിലേക്കും മാത്രമാണ്, അത് പിന്നീട് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷൻസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിൽ അതിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ആ ഒരു കിട്ടിയ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സർക്കുലർ നോക്കാം. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ചുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം 11-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരായി സ്ഥിരം അഡ്മിഷൻ നേടണം. അത് പെർമനൻറ്റ് അഡ്മിഷനാണുള്ളത്. അല്ലാതെ പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നല്ല, അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനം എടുക്കേണ്ടത്. 1-2 അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി ഫീസ് വീണ്ടും അടയ്ക്കേണ്ടതില്ല. ഇനി അതുപോലെ തന്നെ പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുമായിട്ട് വിദ്യാർത്ഥികൾ
കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതാണ്. അതുപോലെ രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ കോളേജിൽ നിന്നും നിർബന്ധമായിട്ടും ഈ ഒരു വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് TC വാങ്ങി മൂന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥിക്ക് മുഴുവൻ ഫീസുകളും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടാവും. റീഫണ്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ഒരു ഫീ റീഫണ്ട് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് നിങ്ങളെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓപ്ഷനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച ആ ഒരു അഡ്മിഷൻ ലഭിച്ച ആ ഒരു അത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കേണ്ടതില്ല. അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ടതില്ല എങ്കിൽ 11/7/2024 വൈകുന്നേരം 3 PM നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയും ഏതെങ്കിലും ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് പിന്നീട് നിലനിർത്തി അതായത് വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഉദാഹരണത്തിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് 5ാമത്തേതാണ്. അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ട്. അടുത്ത അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ 1ാമത്തെയോ 2ാമത്തെ ഓപ്ഷനോ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരും. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അല്ലാതെയുള്ള അഡ്മിഷൻ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, PWD, സ്പോർട്സ് തുടങ്ങിയ ലഭിച്ചവർക്കും മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ള സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാണ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.